പേര് പറ പേര് പറ. ഹലോ കേക്കുന്നുണ്ടോ? കേക്കാം കേക്കാം. ഇതാരാ? ശ്രേയക്കുട്ടിയാ? ആരെ ഫ്രണ്ടാ? ഫിറോസ് ഖാന്റെ ഫ്രണ്ടാ അല്ല ഇവിടുന്ന് പരിചയപ്പെട്ട? ഇതോ ഇതോ ഇതാരാ? പേരെന്താ ബ്രോ? എന്റെ പേര് ഹാരി ജേക്കബ് എന്നാണ് ബ്രദർ. ഹാരി ജേക്കബോ? അതെ. ഞാൻ ഉടുമ്പു വാസു. ഹലോ. താങ്ക് യു താങ്ക് യു താങ്ക് യു താങ്ക് യു. ഇത് വേറൊരാളും കൂടെ ഉണ്ടല്ലോ. ഇയാളെ പേരെന്താ? ബജാജ് ബെന്നി. ബജാജ് ബെന്നി. ഓക്കെ. ഇതാ അടി. ഓക്കെ ഓക്കെ. ഈ ഫിറോസ് കിയും ഈ ബജാജ് ബെന്നിയും എന്റെ മോഡറേറ്റേഴ്സ് ആട്ടോ. ഞാനൊന്ന് ഓടിക്കണ്ടേ? ഇത് ഡിഫൻഡർ അല്ലേ? ഇത് ഡിഫൻഡറാണോ? നിന്റെ ഗേൾഫ്രണ്ടാ ശരിക്കും? ചുമ്മാ പറയുന്ന അവന് മാത്രം ഇഷ്ടമായ ഗേൾഫ്രണ്ട് ആവില്ലല്ലോ. എടാ ഞാൻ പേരെന്താ പറഞ്ഞെ? ഒരു മിനിറ്റ്. ഹലോ ബെന്നി, ഞാൻ എന്താ പേര് പറഞ്ഞേ? ഞാൻ എന്താ പേര് പറഞ്ഞേ? ഉടുമ്പ് ഹംസാന്നല്ലേ പറഞ്ഞേ? ഞാൻ ഉടുമ്പ് വാസു എന്നാണ് പറഞ്ഞു. എടാ വാസു ഉള്ളലാകാൻ നോക്കി നോക്കി ഞാൻ അങ്ങനെ തന്നെ. ഞാൻ അറിയാണ്ട് പറഞ്ഞത്. ഞാൻ അറിഞ്ഞില്ല ഞാൻ പറഞ്ഞത്. എടാ എന്റെ ഉള്ളിലുള്ള ഫാന്റസി അത് വാസു ഉള്ളലാണെന്നുള്ളത്. അത് പുറത്തു വന്നതെന്ന് അറിയാണ്ട്. എടാ എന്റെ ഉമ്മ സത്യം ഞാൻ അറിഞ്ഞില്ല. ഞാൻ അറിയാണ്ട് പറഞ്ഞതാ. എന്റെ മൈൻഡിൽ ഞാൻ ഉടുമ്പ് ഹംസാന്ന് പറഞ്ഞതാ. ഞാൻ ഉടുമ്പ് വാസുന്ന് പറഞ്ഞേ. ഞാൻ ചാറ്റിലുണ്ട് എല്ലാരും ഉടുമ്പ് വാസു അല്ല ഉടുമ്പ് ഹംസാന്ന് പറയുന്നത്. ബാബാ കേറി കയറി. ഞാൻ ചത്ത്. എങ്ങനെ ചത്ത്? എന്നെ ഒരു വണ്ടി സ്ക്രീൻ കാണാത്ത മര്യാദക്ക്. ഞാൻ ഒന്ന് റിവൈവ് കഴിയുമ്പോ ഞാൻ ഡിസ്കോഡിൽ നടക്കാം. നമുക്ക് ഗെയിമിൽ സംസാരിക്കാം കേട്ടോ. എങ്ങനെ? ഞാൻ ഒന്ന് റിവൈവ് ആയി കഴിഞ്ഞാ നമുക്ക് ഗെയിമിൽ സംസാരിക്കാന്നു. അതെനിക്കറിയാം. അതാ ഞാൻ പറഞ്ഞേ. ഞാൻ നടക്കുവാ കേട്ടോ. ഗെയിമിൽ സംസാരിക്കാം. ഹംസ അണ്ണല്ല, ഹംസ ഇക്കാന്നല്ല. അതല്ല അതിന്റെ ഒരു ഇത് അല്ലെ. ഹംസ അണ്ണാന്ന് പറയുമ്പോ ഒരു ഹംസക്കാന്നല്ലേ സാധാരണ പറയാ. ഞാൻ ഹംസക്കോയാ. ഞാൻ പേരിടുമ്പോ കുറച്ച് മാസം ഉണ്ടായിരുന്നല്ലോ. ഇതെന്താ പറഞ്ഞു വരുമ്പോ ഹംസക്കായ. ഞാൻ ഹംസക്കോയ. അയ്യേ നീ വണ്ടി കയറി പോവാ. അതെവിടെയാ? ഒരു മിനിറ്റ് ഒന്നും കൂടി. ഞാൻ മറന്നു പോകുന്നു. എനിക്ക് മെമ്മറി പ്രോബ്ലം ഉണ്ട്. ഒന്നും കൂടി ഇതിൽ ആരാ? ബെന്നി. ബെന്നി ഒന്ന് കൈവക്കിയ. ഇത് രണ്ടാള് കൈവക്കി. ഇതിലേതാ ബെന്നി? പിന്നെ മറ്റോരെന്തിനാ കൈവക്കുന്നു? മറ്റോരാരാ? ഇതാരാ? അപ്പൊ രണ്ട് ബെന്നി ഉണ്ടോ? കൊന്നാലോ? ഓടിക്കോ 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 ഓടിക്കോ. ബെന്നി, ഒറിജിനൽ ബെന്നി ഓടിക്കോ. നീ ഇരുട്ടിടാ. ഇവിടെ എപ്പ രാവിലെ ആവുക? കാണുന്നില്ല. ഇത് ശരിക്കുള്ള വണ്ണല്ല ഏയാ? ഹലോ മോളെ ഏയാ? മാറി 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 മാറി. ചേച്ചി തെറി പറയാൻ പറ്റില്ല. എടാ ഇവിടുത്തെ റൂൾസ് അറിയാം. ഇതൊന്നും പഠിപ്പിക്കല്ലേ. അൾട്ടെല്ലാം നമ്മള് കൊറേ കണ്ടതാ. നമ്മുടെ ഇക്കൊക്കെ ഇതെല്ലാം അറിയാം. ആ കിട്ടി കിട്ടി. എല്ലാം കിട്ടി എല്ലാം കിട്ടി. വാ ഓടാ. എടാ ഫ്രീ കാറാണോ? ഒന്ന് വണ്ടി ഒന്ന് നോക്കട്ടെ. മാറി. ഇവിടെ വെളിച്ചമില്ലടാ. അവിടെ നിങ്ങൾക്ക് കാണുന്നുണ്ടോ സ്ക്രീൻ വരെയൊക്കെ? എനക്ക് കാണുന്നില്ല കേട്ടോ. എടാ ഇവിടെ ഇപ്പൊ രാവിലെ ആവുക? രാവിലെ ആവോ അതോ ഈ സിറ്റി ഫുൾ ടൈം നൈറ്റ് ആണോ? ഈ ബ്രൈറ്റ്നെസ് കൂട്ടുക എങ്ങനെയാ? കേറ് 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 കേറ്.
നിങ്ങൾ ഗാരേജിലേക്ക് വിട്ടോ, ഞാൻ അവിടെ നിന്ന് പിക്ക് ചെയ്യാൻ. എനിക്ക് ഗരയിലേക്കുള്ള വഴിയൊന്നും അറിയില്ല. ഇത് വണ്ടി കൊള്ളാട്ടെ ഇത്. മാർക്ക് ചെയ്യാം. ഓ ഇത് നൈസാടാ, നൈസാ. ഓടിക്കുന്നോ ഓടി ഇവരെ കൂട്ടുന്നില്ലേ? അവരിപ്പോ പെണ്ണ് ചെറുക്കാൻ വരും. വിട്ട എൽ നെയിം എൽ കാർ ആടാ. എടാ ആദ്യം തുടങ്ങുമ്പോ ഇങ്ങനല്ലേ ആയിരിക്കും. കാറിലാകുമ്പോ നല്ല മസ്താങ് സാധനം എടുക്കും. കുറച്ചു ദിവസം കളിക്കട്ടെ. ആർക്കറിയാം, ഞാൻ എല്ലാ ദിവസം കളിക്കുമെന്നുള്ളതൊക്കെ അറിയാം. നോക്കാം, എന്തായാലും കളിച്ചു നോക്കാം. ഞാൻ ഇങ്ങനെ മുന്നേ ഇതേപോലെ GTA തുടങ്ങിയിട്ട് ഓർമ്മ ഉണ്ടാവും. 2 ദിവസം കളിച്ചിട്ട് ഞാൻ നിർത്തിയിടാം. ഓടിക്കടാ പോടാ. വണ്ടി എടുക്കാം. ആരാ വണ്ടി എടുക്കുന്നത്? ലൈറ്റ് നോക്കാം. ഇത് കുറക്കാൻ കഴിയില്ല. ഓൺ ഓഫും മാത്രമേ ഉള്ളൂ, കുറയുന്നില്ലല്ലോ. കുറഞ്ഞു. ആ ഓക്കെ. ഇപ്പൊ എനിക്ക് എല്ലാം കാണാം. കാഴ്ച ശക്തി കിട്ടി. ഇല്ല ഞാനുണ്ട്. ഹലോ എടാ കേക്കുന്നുണ്ടാ? എങ്ങോട്ടാ? നമ്മള് ഗാരേജിലോട്ട് മെയിൻ ഗാരേജിലോട്ട് പോവാ. വിട്ടോ. ഇത് ആരിലുള്ള വണ്ടിയില്? എങ്ങനെ ഇതാരാ? ഇതേതാ ഈ ബാക്കില്? ഇവനാരാ? ബ്രോ എന്റെ വണ്ടിയാണ് നിങ്ങൾ ഇടിച്ച് താഴ്ത്തിട്ടത്. അപ്പൊ ഞാൻ എനിക്ക് എന്താ പേരെന്താ? എന്റെ പേര് സാഞ്ചി. എന്ത് സാഞ്ചി? ഓക്കെ. ബെന്നി തോക്കും സാധനങ്ങളെല്ലാം ഇവിടെ കിട്ടും. തോക്ക് നമ്മളെ ഗ്യാങ് കയറണം, അല്ലെങ്കിൽ നമുക്ക് ബ്ലാക്ക് മാർക്കറ്റിൽ തപ്പാം. എങ്ങനെയാ ഫസ്റ്റ് ഈ സിറ്റിയിലേക്ക് ഒരാൾ വരുമ്പോ ചെയ്യുന്ന കാര്യങ്ങൾ എന്തെല്ലാം? നമ്മളിവിടെ വന്ന് എങ്ങനെ കേക്കാം. ബ്രോ ഐ നോ. പക്ഷെ നമ്മളിത് GTA കളിക്കാന്ന് വിചാരിച്ചു. ഓക്കെ, ഇന്ന് എന്തായാലും GTA. നാളെ നമുക്ക് വേറെ എന്തെങ്കിലും കളിക്കാം. പക്ഷെ ഇന്ന് GTA. എടാ നമുക്ക് പരുന്തുവാസൂരെ പോലത്തെ ഗ്യാങ് ബിൽഡ് ചെയ്യണം. അത് നിങ്ങൾ ആലോചിക്കേ. ഗ്യാങ് ഉണ്ടോ? സെറ്റാക്കാം, റെഡിയാക്കാം. പിള്ളേരെ എക്സ്ലാൻഡ് സിറ്റി റോൾ പ്ലേ. ഓക്കെ, ഹിയർ വി ഗോ. ഇതാ നമ്മളെ സിറ്റി. ഹലോ ഹായ് ബ്രദർ, എന്തല്ല? ഉടുമ്പ് ഹംസ. ഇതാരാ? എങ്ങനെ? അറിയോ? ആ അനിയന്മാരാണ് ഞങ്ങൾ ട്വിൻസ് ആണ്. ഞാൻ ലീനോ ടേറ്റ്, ഇവൻ സ്നീക്കി ടേറ്റ്. അപ്പൊ ആൻഡ്രൂ ടേറ്റിനെ പോലെ ഇതെല്ലാം ഉണ്ടോ? പൈസ നമ്മളെ ആവാൻ ശ്രമിക്കാണ്. ഇപ്പൊ പൈസയൊക്കെ ഉണ്ട്. നമ്മള് അതൊന്നും ഡിസ്ക്ലോസ് ചെയ്യാൻ പാടില്ല. പ്രൈവറ്റ് ഇൻഫർമേഷൻ ഏത് ആണോ? കൂടെ കൂടുന്ന ഞാൻ ഇതാ പുതിയതാ. ഇവിടെ ഞാൻ ഒരു ഗ്യാങ്ങെല്ലാം ബിൽഡ് ചെയ്യാനുള്ള പരിപാടിയാ. പിന്നെ കൂട്ടും. എനിക്ക് അങ്ങനെ ഒന്നുമില്ല. ഞാൻ ആരെ കൂട്ടും. ഞാൻ വഴിയെ പോയി ഏത് നാറുകളെയും ഞാൻ കൂട്ടും. അല്ല അങ്ങനെ അയ്യോ സോറി അണ്ണ ഒരു കാര്യം ചോദിക്കട്ടെ, ഉടുമ്പണ്ണ വിളിക്കണോ അല്ലെങ്കിൽ ഹംസണ്ണ വിളിക്കണോ? ഉടുമ്പണ്ണ വിളിക്കണോ? ഗ്യാങ്ങിന് പേരൊന്നുമില്ല. അതൊക്കെ ഇപ്പൊ ആരൊക്കെ ഉണ്ട്? നമ്മള് ഗ്യാങ്ങിന് ആരെല്ലാം ഉള്ളത് പറ?
ഇപ്പൊ കൈവക്ക് ഒരാള് പേരോർത്ത് കൈവക്ക്. എല്ലാരും കയ്യാത്ത് ഫസ്റ്റ് എല്ലാരും കയ്യാത്ത് അയക്കാം. അല്ല ഞാൻ പറയുന്നത് ഇപ്പൊ ഗ്യാങ്ങിന് പേരിടണ്ട, അതല്ല. ഇപ്പൊ നമുക്ക് മാക്സിമം ആളെ കൂട്ടാം, ഒരു 10 ആൾക്കാരാക്കിയിട്ട് നമുക്ക് തുടങ്ങാം. അല്ല അതല്ല എന്റെ ഒരു ഇത്. അതാണ് അതാ ഇതാരാ ചോപ്പ് ഉപ്പായം? ഇതാരാ ഫിറോസ്ക്കല്ലേ? ഫിറോസ്ക്ക, ഞാനൊരു കാര്യം പറയട്ടെ, ഫോൺ നമ്പറിലെ പിന്നെ തരാം. ഇത് ലിനോ, എന്താ പേര്? ലിനോ. ഇങ്ങോ പരിചയപ്പെടും. ലിനോട്ടേറ്റ് സ്നീക്കി ടേറ്റ്. ഇവർ രണ്ടാളും ഗ്യാങ്ങിൽ ചേരാൻ താല്പര്യമുണ്ട് ഇവർക്ക്. ഇതാരാ ഈ തലേന്റെ മുകളിൽ ഇതുള്ള മുളമ്പന്നി ആരാ? ബെന്നിയല്ലേ? ബെന്നി, സ്നീക്കി ടേറ്റ്, ലിനോട്ടേറ്റ്. ഓർമ്മിച്ചോണം, എനിക്ക് ഈ മെമ്മറി പ്രോബ്ലം ഉണ്ട്, എനിക്ക് പെട്ടെന്ന് മറന്നു. ഈ പെണ്ണിന്റെ പേരെന്താ? ശ്രേയക്കുട്ടിയോ? ശരിക്കും ഗേൾഫ്രണ്ടാ? അല്ല കാര്യം ചോദിക്കാം. ഒരു സൈഡിലാണ് ഗേൾഫ്രണ്ട്, രണ്ട് സൈഡും ഗേൾഫ്രണ്ട് ആണ് ചോദിച്ചോ. ഡേറ്റിങ്ങോ? അവിടെ വീട് എവിടെയാ? കൊച്ചിയിലാണോ? പിന്നെ മുതുക്ക. അവിടെ പേജ് പറയാൻ പറ്റാ. സോറി. ഓക്കെ സോറി. എന്നിട്ട് എന്താ ചെയ്യുന്നത്? ശ്രേയക്കുട്ടി എന്താ ചെയ്യുന്നത്? ആരെ ഗ്യാങ്ങിലോ? NDRോ? അവിടുന്ന് ഞാൻ ഇവിടെ ഒരു ഗ്യാങ് തുടങ്ങുകയാണെങ്കിൽ അവിടുന്ന് ഇറങ്ങുമോ? ഇല്ല. ഇന്നെന്തായാലും ഞാൻ ഒരു ഗ്യാങ് എന്തായാലും ബിൽഡ് ചെയ്യും. ഓക്കെ, അടുത്താള് പറ. ആരും പരിചയപ്പെടാൻ പാടില്ല. പേര് പറ. എന്റെ പേരാണോ? പൊളിക്കൽ സോഡിയാക്. ഓക്കെ, ഓർത്തോക്കട്ടെ. ഒരു മിനിറ്റാ. ലിനോട്ടേറ്റ്, സ്നീക്കി ടേറ്റ്, ഫിറോസ്ക്ക, ബെന്നി, ശ്രേയക്കുട്ടി, പൊളിക്കൽ ബെന്നി, പൊളിക്കൽ സോഡിയാക്. ഇത് മൊത്തം കൺഫ്യൂഷനായി. വേറൊരു പെണ്ണ് ഇതാരാ? ഹലോ അമ്മാമേ, ഇവിടെ കുടുംബശ്രീ ഒന്നും ഇല്ല, ഇവിടെ ഗ്യാങ് മീറ്റിംഗ് ആണ്. പോയിട്ടോ. അണ്ണല്ലേ ഒന്നെങ്കിൽ അംസക്ക അല്ലെങ്കിൽ ഉടുമ്പക്ക. എടാ അംസക്ക മതി. ഉടുമ്പക്കാന്നോ അംസക്ക? എന്തോ അല്ലേ? അമ്മച്ചിലൂടെ ഒരു ആൻസർ വയ്ക്കോ പ്ലീസ് അണ്ണ. എടാ ഉടുമ്പക്ക. ഞാൻ ഉടുമ്പക്ക. ഉടുമ്പോ ഹംസ. ഓക്കെ. എടാ എല്ലാരും പരിചയപ്പെടണം. ഞാൻ പരിചയപ്പെട്ടു, പക്ഷെ ഞാൻ മറന്നു. ഞാൻ ഇപ്പൊ പകുതി ആൾക്കാരും പേര് ഞാൻ മറന്നുപോയി. നമുക്ക് വഴിയെ പരിചയപ്പെടാം. ഓക്കെ. ഇതെന്താ? അല്ല ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ഈ തള്ളേനെന്തിനും ഇവിടെ കൊണ്ടുവന്നിട്ടില്ലേ? അയാൾ എല്ലാരും ഒന്നും മിണ്ടാണ്ട്. അമ്മാമേനോട് ഞാൻ സംസാരിക്കാം. അമ്മാമേ, ഹലോ അമ്മാമ. ഇവിടെ നമ്മള് കുറച്ച് ഗുണ്ടകള് തമ്മിൽ കുറച്ചൊരു എന്താ പറയാ, ഒരു അധോലോകം ഉണ്ടാക്കാനുള്ള പരിപാടിയാ. അമ്മാമ എന്താ അച്ചപ്പുണ്ടാക്കുന്ന അധോലോകാണോ? ഹസ്ബൻഡിനെ കൊന്നിട്ടായിരുന്നു എന്റെ എൻട്രി. എന്ത്? എന്റെ ഹസ്ബൻഡിനെ കൊന്നിട്ടായിരുന്നു എന്റെ എൻട്രി. ഇത് ടെററമ്മല്ലോ. പണ്ടത്തെ വലിയ ആളാ. ശരി. എന്നാ പിന്നെ അമ്മാമേനെ എടുക്കാന്നല്ലേ? മിനിമം ഒരു കൊലക്കേസെങ്കിലും ഉണ്ടെങ്കിൽ നമ്മളെ ഗ്യാങ്ങിൽ കയറാൻ പറ്റും.
അതെ ആളിച്ചിട്ട് കണ്ണുപിടിയനായിരുന്നു. അപ്പൊ നമ്മളൊന്നും നോക്കിയില്ല, സ്പോട്ടിൽ ചെലവയ്ക്കെടുത്ത് തീർന്നു. അയ്യോ ഇതാരാ പൈസയും കൊണ്ട് നിൽക്കുന്ന? ഇത് ശരിക്കും റിയൽ മണിയാണോ? ഫേക്കല്ലേ? ഇവൻ നമ്മളെ പറ്റിക്കാൻ നിൽക്കുന്നതെന്നൊക്കെ സംശയമുണ്ട്. ഈ പച്ചമുടിയൊന്ന് സൂക്ഷിക്കണം കേട്ടോ. ഇവൻ നമ്മളെ കൂട്ടത്തിലെ നമ്മളെ കൂട്ടത്തിലെ ഇമ്പോസ്റ്റർ ഇവനാണ്. എന്താ ചെയ്യോ? എന്താ പരിപാടി? വണ്ടി ഉണ്ട് എല്ലാവർക്കും? വണ്ടി എടുക്കും. മോളിലാ? ഏത് മോളിലാ? എങ്ങനെയാ? എങ്ങോട്ടാ? വാ എല്ലാരും വാ. ഗ്യാങ്ങിലുള്ളവരെല്ലാം വാ. ഓക്കേ ബ്രോ. ഇതെന്താ? ഓ അണ്ണന് പോവാൻ വേണ്ടിട്ട് ഇതെല്ലാം ആരാ സെറ്റാക്കിയേ? ഫിറോസ്ഖാന്റെ പണിയാണോ? ഫിറോസൊക്കെ ഡബ്ല്യൂ കേട്ടാ. ഫിറോസൊക്കെ ഡബ്ല്യൂ കേട്ടാ. എടി ഇത് ആരുതാ? ഡിഫൻഡർ ആരുതാ? ആരുടെയാ ഡിഫൻഡർ? ആരുടെയാ? ഉടുമ്പക്കെതിരല്ല. അയ്യോ ഉടുമ്പക്കാണ് അവിടെ നല്ല വലിയ വണ്ടി. ഇങ്ങോട്ട് വാ. ഓ 2 ഡിഫൻഡർ. ഇത് മസ്താങ്ങാണോ? ഉടുമ്പക്ക നിങ്ങളെ വണ്ടി ഇതാണ്. ഇതിനേക്കാളും നല്ലൊരു വണ്ടി ഗെയിമിലില്ല. നല്ല അടിപൊളി. നിനക്ക് പോലെ പോകുന്നതിന് മുന്നേ എണ്ണ എടുക്കണം. എല്ലാരും വാ. എണ്ണ എടുക്കണം. എല്ലാരും വന്ന് വരിയായിട്ടേക്ക്. എല്ലാരും ലൈനായിട്ടേക്ക്. എണ്ണ എടുക്കണം. മിസ്സായി പോരുത്. ഇറങ്ങ ഫിറോസിക്ക, വണ്ടി ഇറങ്ങ്. വാ. ഓക്കെ ഗ്യാങ് മീറ്റ് എല്ലാരും വാ. അവിടെ വണ്ടി മറ്റങ്ങനെ ഇടണം. വണ്ടി 3 ഇങ്ങനെ ഫ്രണ്ടിലേക്ക് തിരിച്ചിട്. ഒരു മാസം ഇട്ടട്ടെ. വണ്ടി ഇങ്ങനെ ഇടറാ. ഇതെല്ലാം ഞാൻ എല്ലാത്തിനും അവിടെ ഞാൻ കേറിയ പാടന്നെ ഡോണായാ. അവിടെ ഇത് കൊള്ളാലോ. ഇത് പരിപാടി കൊള്ളാട്ടാ. ഇതെനിക്ക് ഇഷ്ടപ്പെട്ടു. ഇത്തവണ എനിക്ക് GTA ഇഷ്ടപ്പെട്ട് വരുന്നുണ്ട്. ഓക്കെ വണ്ടിയായി, ആൾക്കാരായി, ഗ്യാങ്ങായി, പേരായി. മക്കളെ ഞാനൊരു കാര്യം പറയട്ടെ. മക്കളെ സ്നീക്കോ ലിനോ സ്നീക്കി, നിങ്ങൾ രണ്ടുപേരാണ് എന്റെ നെടും തൂണുകള്. മനസ്സിലായോ? നിങ്ങളുമാണ് ഇക്കാനെ പ്രൊട്ടക്ട് ചെയ്യാൻ. മനസ്സിലായോ? അല്ല ഫിറോസ് മാനേജർ. ബെന്നി കഴുകാനും ഇതാക്കാനും നിലം തുടക്കാനുള്ള ആളാവശ്യമുണ്ടല്ലോ. വണ്ടി ഇട്ടോ. വണ്ടി നേരെ ഇല്ല. ഇതാരാ? വണ്ടി ലോക്കാ. നിനക്ക് ഇങ്ങനെ ഇട്. ഈ വണ്ടി ഇട്ട പോലെ ഇട്. ഇതുപോലെ ഇട്. അല്ലല്ല ഇവിടെ നോക്കട്ടെ. എടാ വണ്ടി മാറ്റല്ലടാ. ഇതാരാടാ? ഫിറോസിക്ക വണ്ടി 3 ലൈനാക്കി വെക്ക്. ഞാൻ പറയുന്നത് മാനേജറിനെ മാറ്റേണ്ട വരും. കേട്ടോ. ഡിസിപ്ലിൻ. ഞാൻ ഒരു കാര്യം പറയട്ടെ. ഒരു ഗ്യാങ്ങിന് ഡിസിപ്ലിനാണ്. ഇവിടെ ലിനോക്കും സ്പീക്കിക്കും മാത്രമേ ഡിസിപ്ലിൻ ഉള്ളൂ. ബാക്കി എല്ലാം ആർക്കും ഡിസിപ്ലിൻ ഇല്ല. ഇട്ട പോലെ ആക്കല. വണ്ടി നേരെ ഇടറാ. അങ്ങോട്ട് ില്ലല്ലോ അവന്മാര് വെറുതെ നമ്മളെ വണ്ടി നമ്മള് മതി. ഇവന്മാരെല്ലാം ഒഴിവാക്കിയാലോ. ഈ ഫിറോസൊക്കെയും ഇവനൊന്നും
കാര്യം പറഞ്ഞ സംഭവം എന്റെ മോഡറേറ്ററിലും തന്നെ, പക്ഷെ ബുദ്ധിയില്ല. എന്ത് പറയാനാ, എന്ത് ചെയ്യാനാ? ഇവന്മാർക്കും ബുദ്ധിയില്ല. അണ്ണ അതൊക്കെ ശരിയാക്കാം. നമുക്ക് നമ്മള് മതി ഇവന്മാരെല്ലാം ഒഴിവാക്കാം. നമ്മള് ആ ബെന്നിയുണ്ട്. ബെന്നി, ലിനോസ്, നീക്കി, നമ്മള് മൂന്നാമത് പോലെ. അതൊക്കെ ഇതാരേ നാലാമൻ? ഇതേതാ നാലാമൻ? ഇവനാരാ? പേരെന്താ? ആരാ നീ? എന്ത് ഡോക്ടറോ? ആശില്ലേ അടി വരുമ്പോ വെറുതെ കുടുംബക്ക ആ 1 to 1 റേഡിയോ 1 to 1 റേഡിയോ എങ്ങനെ എടുക്കല്ലോ? ഒരു മിനിറ്റ് ഞാൻ പറഞ്ഞു. ബി അല്ലേ? അണ്ണാ റേഡിയോ വാങ്ങട്ടെ. ആ റേഡിയോ ഇല്ല. ഇപ്പൊ റേഡിയോ വേണ്ട. ഇപ്പൊ റേഡിയോ വേണ്ട. ആ പരിചയപ്പെടട്ടെ. ലൈനായിട്ട് കവറ. വണ്ടി നേരിട. ആദ്യം വണ്ടി നേരിട. ലൈനൊക്കെ ഇതെല്ലാം ആരാടാ? പുതിയ സിസ്റ്ററിനെ കൂടെ കിട്ടി എന്നൊക്കെ വിചാരിച്ച. ഹലോ, അത് കഴിഞ്ഞിട്ട് ഹലോ ഇതാരാ? പേരെന്താ? ഞാൻ ഉടുമ്പ് വാസു. പറഞ്ഞാണ്ടല്ലോ ഉടുമ്പ് ഹംസക്ക. എന്താ ഒന്നുകൂടി പറ, കേട്ടില്ല. ഓ ഗാങ്സ്റ്റർ വേണ്ട. ഞാൻ ഗുണ്ടകളെ കണ്ടിട്ടുണ്ട്. ആദ്യമായിട്ട് ഒരു ഗുണ്ടിനെ കാണുന്നത്. ഗ്യാങ്ങുണ്ടോ? ഇല്ല, ഞാൻ ഗുണ്ട സെറ്റപ്പ് ഒരു സാധനം സെറ്റപ്പ് തുടങ്ങാണ്ടിരിക്കായിരുന്നു. ആൾക്കാരെ കിട്ടിയിട്ടില്ല. എന്തായിരുന്നു പേര്? എന്താ പേര്? ഗ്യാങ്സ്റ്റർ എയ്മി അല്ലെങ്കിൽ എയ്മി ലൈഫ്. സൗണ്ട് ഹലോ ഹലോ. ആ എയ്മി എന്ത് ചെയ്യുന്നു? ഞാൻ ആക്ച്വലി എന്റെ വൈബിന് വെച്ച ആൾക്കാർ ഇപ്പൊ തപ്പിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ നിന്റെ വൈബാ, കറക്റ്റ് വൈബാ. ആ അല്ല നമുക്ക് ഇവിടെ ഒരു കിടിലൻ ഗ്യാങ് സെറ്റ് ആക്കണം. വാസു ഉണ്ടെന്റെ ഗ്യാങ് അറിയാലോ. അതിനേക്കാളും പവറുള്ള ഒരു ഗ്യാങ്ങാണോ നമുക്ക് ഉണ്ടാക്കാൻ. ടിവിനെക്കാളും വലിയൊരു ഗ്യാങ് ഇതാ. എല്ലാരും കേട്ടോ. വണ്ടിയുടെ മുകളിൽ കയറി കേട്ടോ. ഇതെനിക്കൊരു അനൗൺസ്മെന്റ് പറയാനുണ്ട്. അല്ലാ പോണോയി. അല്ലാ എനിക്കൊരു അനൗൺസ്മെന്റ് പറയാനുണ്ട്. നമ്മള് ടിവിനെക്കാളും വലിയൊരു ഗ്യാങ് ഈ ഉടുമ്പ് വാസം പണിയും. ഈ ഉടുമ്പ് ടിവിനെക്കാളും വലിയൊരു ഗ്യാങ് പണിയും. ഓക്കെ, ആരല്ല എന്റെ കൂടെ ആരൊക്കെ ഉണ്ട്? ഇത് ഏതാ? അമ്മൂമ്മേ താഴെ. അമ്മൂമ്മേ കാല് വേദനിക്കാന്നേ, അതുകൊണ്ട് വേദനയാണെങ്കിൽ വല്ല കക്കൂസിലും പോയി. ഇതെന്താ ഇവിടെ ഒരു അനൗൺസ്മെന്റ് നടത്തിക്കൊണ്ടിരിക്ക? അടി തള്ളേനെ പിടിച്ച് മാറ്റിയേ. അതിനെ പിടിച്ച് മാറ്റിയ ഉടുമ്പുക്ക അല്ലെങ്കിൽ ഹംസക്ക. മറക്കരുത്, ഉടുമ്പുക്ക അല്ലെങ്കിൽ ഹംസക്ക. രാത്രി കാലങ്ങളിൽ മാത്രമേ പാലത്തിന്റെ അടിയിലേക്ക് ഒരു ഇക്ക ഉണ്ട്. അതുപോലെ അതൊരു സുഹൃത്താണ് ഷാദിക്കാന്ന പേര്. അത് ഈ രാത്രിയെല്ലാം പോലെ പാലത്തിന്റെ അടിയിലെല്ലാം പോയിക്കുന്ന ഒരു ഇക്ക ഉണ്ട്. അതുപോലെ കേൾക്കുമ്പോ ഇക്ക വിളിക്കുമ്പോ ആ തന്നെ ഓർമ്മ വരുന്നു. അങ്ങനെയാണ് എനിക്ക് പലതും പറയാനുണ്ട്. എയ്മി. അങ്ങനെ സംസാരിക്കാൻ തുടങ്ങുവാണെങ്കിൽ അത് വിളിക്കുമ്പോഴേ രതീഷിക്കാനായി റഷീദ് ഖാൻ ഓർമ്മ വരുന്നു. അതെന്തേലും ഇക്ക ഞാനൊരു കാര്യം കൂടെ ചോദിക്കോട്ടെ. ഈ ഉടുമ്പ് എന്ന് പറയുമ്പോ ഈ ഉടുമ്പ് എന്ന് പറയുന്ന മറ്റേ അല്ലല്ല വെള്ളത്തിലുള്ള ഉടുമ്പ് നിറ തെങ്ങിന്റെ മുകളിലെല്ലാം കയറുന്നത് അല്ല. അങ്ങനെയല്ല,
തെങ്ങിന്റെ മുകളിൽ കയറുന്നതല്ല, അങ്ങനല്ല ഞാൻ ഉദ്ദേശിച്ചത്, അതല്ല ഞാൻ ഉദ്ദേശിച്ചത്, അതാ അതല്ല. വായിലെ കൂടെ തൂറുവെല്ലാം ചെയ്യുന്ന ഒരു ജീവി. അല്ല അതല്ല അതല്ല ഉദ്ദേശിക്കുന്നത്. ഉടുമ്പ് ഹംസം എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഞാൻ പിടിച്ചാ പിന്നെ പിടിവിടൂല, മനസ്സിലാവും. ഞാൻ പിടിച്ചോ പിടിച്ചോ അങ്ങനെ. ഫിറോസിക്ക ഇവൻ പറയും ഞാൻ എന്റെ മാസം ഞാൻ പറയല്ലോ, ഫിറോസിക്ക പറയും. ഫിറോസിക്ക പറഞ്ഞു കൊടുക്കുക. ചെറുപ്പത്തിലുണ്ടല്ലോ ഇങ്ങനെ കടയിൽ മിഠായി വാങ്ങാൻ നിൽക്കും, മനസ്സിലായോ? അന്നേരം കടയിൽ പോയി, മനസ്സിലായില്ലേ? ഇക്കടെ തലയിലാക്കാൻ നോക്കി. ഇക്ക എന്നെ പോലീസുകാർ ചെയ്തതെന്നറിയോ? പോലീസുകാരെ പിടിച്ച് ഇടിച്ചങ്ങ് സ്റ്റേഷനങ്ങ് കത്തിച്ചു. അത് അതൊക്കെ അത്രേ ഉള്ളൂ. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് നമ്മളെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ടിവിയെക്കാളും വലിയൊരു ഗ്യാങ്, മനസ്സിലാവും. അതാണ് നമ്മുടെ ലക്ഷ്യം, മനസ്സിലാവും. തിന്നാനോ ഇതെന്താന്ന് ഇവിടെ ഒരു സാമ്രാജ്യം പണിയാൻ വേണ്ടി ഞാൻ പറഞ്ഞു കൊടുക്കും. ഇത് ആരാന്ന് ഇവിടെ ഇങ്ങനെ ഇരിക്കുന്ന പപ്സ് തോന്നിട്ട് ഗ്യാങ്ങിന് പേരിടാം. പക്ഷെ ആദ്യം എല്ലാരും ലൈനായിട്ട് ഞാൻ നേരത്തെ ഞാൻ വണ്ടി നമ്മളെ വണ്ടി ഏതൊക്കെയാ, നമ്മളെ ഏതൊക്കെ വണ്ടിയുള്ള 2 ഡിഫൻഡറും ഒരു മസ്താങ്ങും അല്ലേ നമ്മളതിലുള്ള. ആ 3 വണ്ടി ഇവിടെ ലൈൻ ആക്കിയിട്ട് കറക്റ്റ് ഇട്. ഒരു ഡിസിപ്ലിൻ ആണ്, ഡിസിപ്ലിൻ ആണ്. അത് കൊടുത്തോ. ഇതേതാ വണ്ടി? ഇതും കൊള്ളാം, ഇത് കൊടുത്തോ. ഫിറോസ് ഞാൻ ഒരു കാര്യം പറയാം, അത് നടക്കണം. അതാണ് ഇവിടുത്തെ ഉടുമ്പിന് ഒരു വാക്കേ ഉള്ളൂ, അത് നടക്കണം, മനസ്സിലാവും. ഇങ്ങോട്ടൊന്നും പറയണം. ഞാൻ പറഞ്ഞ പോലെ ഇടറാ വണ്ടി ഇടറാ. കുറച്ച് ബാക്ക് എടുത്താൽ മതി, കറക്റ്റാ, ഇത് കറക്റ്റാ. കുറച്ച് ബാക്ക് എടുത്ത് വെച്ചാൽ മതി. കുറച്ച് ഗ്യാപ്പ് ഇട്ട ഇതേപോലെ നോക്കി. ഈ 2 വണ്ടീന്റെ നടുക്ക് നോക്ക്. എടാ സോറി എടീ, ഈ 2 വണ്ടീന്റെ നടുക്ക് നോക്ക്. ഇല്ല സോറി പറയില്ല, സോറി ഇവരെല്ലാരും അങ്ങോട്ടും ഇങ്ങോട്ടും അറിയുന്ന ആൾക്കാരല്ലേ, ഞാൻ മാത്രല്ല പുതിയതുള്ള. പുതിയതായിട്ട് വന്നിട്ട് ഇവിടെ ഇത്തിരി പവറാക്കി വരണം. ഹംസക്കാരന്റെ വില വേറെ ടിവിയെ മീറ്റോ ടിവിയെ ഇപ്പല്ല മീറ്റ്. നമ്മൾ ആദ്യം ഒന്ന് ഡിസിപ്ലിൻ ആക്കട്ടെ, ഇവരൊന്ന് ആർമി പോലെ ആക്കട്ടെ, ഒരു ഗ്യാങ് ആക്കട്ടെ. ഇത് ഇതെന്താ നീ മസ്താങ്ങിലുള്ളവർ ഞാൻ ഓടിച്ചോളെ. ഓടിക്കാനും അറിയില്ല. എങ്ങനെ വിടാ ഞാൻ പറഞ്ഞു. എടാ സോറി, മാറും. ഇങ്ങനെ ആയി. ഈ 3 വണ്ടിയല്ലേ നമ്മളത്? ഈ 4ാമത്തെ വണ്ടി നമ്മളെയാണോ? ഇത് നമ്മളെയാണോ? എന്നാ കറക്റ്റ് ഇട്. ബാക്കിലോട്ട് കുറച്ച് ബാക്കിലോട്ട്. എടാ നമ്മളെ വണ്ടികളെല്ലാം ലൈനപ്പേ. ഓക്കെ സെറ്റ്. ബാ കോസിഡി ഉള്ളാടാ. എന്തിനാടാ ഇങ്ങനെ ചെയ്യുന്ന എന്നോട്? എടാ വണ്ടി ഓക്കെ സെറ്റ്. എടാ ഈ 2 വണ്ടിയും തമ്മിൽ ഗ്യാപ്പ് കുറവാന്ന്. ഇത് നേരെയാക്ക്. ഓക്കെ ഇനി എല്ലാരും ലൈനായിട്ട് വണ്ടീന്റെ മുന്നിൽ എല്ലാരും ലൈനായിട്ട് വന്നേ.
പച്ചവണ്ടി കൂടി ഇടണോ? നമുക്ക് വണ്ടിയുടെ പൊക്കത്തേക്കാ ഉടുമ്പക്ക് ഈ പച്ചവണ്ടി കൂടി ഇടണോ? വണ്ടിയുടെ പൊക്കത്ത് നിക്കണ്ട, ഞാൻ പറയുന്ന അങ്ങോട്ട് കേട്ടാ മതി. എടാ അതെ ഈ ഇങ്ങനെ ഞാൻ നിൽക്കുന്നവർക്ക് ഇങ്ങോട്ടേക്ക് ഇങ്ങനെ എന്റെ സൈഡിലേക്ക് എല്ലാരും ഇങ്ങനെ വരിവരിയായിരിക്കും. വണ്ടി വെച്ച പോലെ ആൾക്കാർ നിക്ക്, വണ്ടി വെച്ച പോലെ നിക്ക്. എല്ലാരും സ്നീക്കി ലിനോ എന്തായാലും ലിനിയോ നിക്ക് നിങ്ങള് നിക്ക് ഞാൻ നിക്കുന്ന പോലെ എല്ലാരും നിക്ക്. അല്ല ഏവി ലൈനിലേക്ക് ആ നിക്ക് ആയോ ഇനി ഞാൻ പറയുന്ന എല്ലാരും കേക്ക്, എല്ലാരും മിണ്ടാടിക്ക്, ഞാൻ പറയുന്നേക്ക്. എത്ര സമയാണ് ഈ കുഞ്ഞാളൊന്നും. എടാ ഫിറോസ്ഖാന്റെ മൂക്കിനെ ഫിറോസ്ഖ നിക്ക് ലൈനായിരിക്കും. ആ ഇതൊക്കെ മതി, ഇത്ര കിട്ടും തോന്നുന്നു, ഇത്ര ഡിസിപ്ലിൻ കിട്ടും ഉമ്മാരിൽ നിന്ന്, ഇത്ര കിട്ടും തോന്നുന്നു. ഫിറോസ്ഖ മൊത്തം കൊളാക്കുന്നു. നേരെ നിക്ക്, നേരെ ഇങ്ങോട്ടേക്ക് നോക്കിയിട്ട്. ലിനോ സ്നീക്ക് എന്റെ രണ്ട് സൈഡിൽ വന്ന് നിക്ക്. വാ ലിനോ സ്നീക്ക് ഇവന്മാരാ മുത്തേ, നിങ്ങൾക്ക് രണ്ടാക്കല്ലാണ്ട് ഇവിടെ ആർക്കും ഡിസിപ്ലിൻ ഇല്ല. ഞാൻ കാര്യം പറയാലോ, ഇവിടെ എല്ലാം കണക്കാവും. അപ്പൊ നമ്മളിൽ ഇപ്പൊ 4 വണ്ടികളുണ്ട്. എത്ര പേരുണ്ട്? 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 ഞാനും കൂടിയിട്ട് 16 ആള്. ഓക്കെ, നമ്മള് 16 പേരാ ഉള്ളത്. ഞാൻ പറയുന്നത് ആരാ സിഗരറ്റ് അണ്ണാ നമ്മള് ടെറർ സെറ്റപ്പ് അല്ലേ ഇക്ക, അന്നേരം നമുക്ക് കുറച്ച് സിഗരറ്റ് എല്ലാം വിളിച്ചൂടെ? റെഡി പറയട്ടെ, ഞാൻ പറയട്ടെ, എല്ലാരും കേക്ക്, ഞാൻ പറയുന്നത് മതി. അത്രയെല്ലാം ഡിസിപ്ലിൻ ഉമ്മാരിൽ കിട്ടും. അതൊക്കെ മതി. മിണ്ടാണ്ടിക്ക് ആരെ സൗണ്ടാണ്. നമ്മളിപ്പോ 16 പേരാ ഉള്ളത്. അവരെത്ര പേരുണ്ട്? ടി വി എത്ര പേരുണ്ട്? ടി വി എത്ര പേരുണ്ട്? 16 ആൾക്കാരെ നിലക്ക് നിർത്താൻ തന്നെ ഇത്രയും കഷ്ടപ്പാട്. അപ്പൊ ഇവരെങ്ങനെയാണ് ഈ 30 ആൾക്കാരെ നിലക്ക് നിർത്തുന്നത്? കുഴപ്പമില്ല. ആരാ ഫോണിൽ സംസാരിക്കുന്നത്? ഫോണിൽ ഇതാരാ? മെമ്മോറിയൽ അംഗൻവാടിയോ? എന്നമ്മേ. എടാ ഗ്യാങ്ങിന് പേരിടണം. ആദ്യം നമ്മളെ ഗ്യാങ്ങിന് ഒരു പേരിടണം. ഓക്കെ, നിങ്ങളെല്ലാവരും നിങ്ങളെല്ലാവരും അങ്ങനെ തന്നെ നിന്നിടത്ത് അനങ്ങണ്ട. ഒരാളായിട്ട് സജഷൻ പറഞ്ഞോ, പേര് പറഞ്ഞോ. ഒരാൾ ഒരു പേരെ പറയാൻ പറ്റാ? ഞാൻ അടുത്തോട്ട് വരും അപ്പൊ പേര് പറയാം കേട്ടോ. അല്ല നിക്ക്, അടുത്തോട്ടൊന്നും വരണം. കൈ നോക്കിട്ട് പറഞ്ഞത് ഇതാരാ ഫിറോസ്ഖാനൊന്നും ഒഴിവാക്കിയ, ഫിറോസ്ഖാനെ ഗ്യാങ്ങിനൊന്നും ഒഴിവാക്കിയ. ആ പറ, ഒരാൾ പറ. എക്സ്ട്രീം ഡേഞ്ചറസ് അധോലോകം, അതായത് എക്സ്ട്രീം എന്ന് വിളിക്കാം. എക്സ്ട്രീം ഡേഞ്ചറസ് അധോലോകം, XD പേര്. അതെ, എക്സ്ട്രീം വിളിക്കാം. അയ്യേ, ലൈനിക്ക് എന്റെ ഇത് ഇഷ്ടപ്പെട്ടില്ല. ആ ഓക്കെ, റെഡി. ഒരാളായിട്ട് സജഷൻ പറഞ്ഞു, അവിടെ നിന്നിട്ട് പറഞ്ഞാൽ മതി. ഇങ്ങോട്ട് ഇഷ്ടപ്പെട്ട എക്സ്ട്രീം എക്സ്ട്രീം ഡേഞ്ചറസ് വേണ്ട. എല്ലാം അടുത്ത പെണ്ണ് ഇക്ക, ഓന്റെ സൈഡിലുള്ള പെണ്ണ് അവിടെ. ആരാ? അവളോട് പറ.
എയ്മി അല്ല ഇതേതാ പുതിയ ഞാനല്ല. ഇതാരാ പുതിയ ഇക്കയുടെ അടുത്ത് ഗേൾഫ്രണ്ട് ഒന്നും ഇല്ല കേട്ടോ. ഇക്കയുടെ അടുത്ത് ഇവിടെ ഗേൾഫ്രണ്ട് എല്ലാരും ഇക്കാനെ ഗേൾഫ്രണ്ടാ അത്രേ ഉള്ളൂ. നിങ്ങളെല്ലാരും സിംഗിൾ അത്രേ ഉള്ളൂ കേട്ടോ. എന്നിട്ട് എന്തായിരുന്നു പേരെന്താ ബ്ലോണ്ടിന്റെ പേരെന്താ മിക്കാസ. എടാ നിന്റെ എടാ ബ്ലോണ്ടിന്റെ പേര് വെക്കുമ്പോ നീ എന്തിനാ മിക്കാസ് എന്ത് ചെയ്യുന്നു ആണോ ഞാനും വെറുതെ വെക്കാം അത് നമുക്ക് ഒന്നിച്ച് വെറുതെ വെക്കാം അയ്യോ പോട്ടെ പിന്നെ അല്ല നമ്മളിവിടെ ഗ്യാങ്ങിൽ ഉണ്ടാവും അപ്പൊ മിക്കാസൊക്കെ മുന്നേ ഏതെങ്കിലും ഗ്യാങ്ങിൽ പ്രവർത്തിച്ചിട്ടുള്ള എക്സ്പീരിയൻസ് ഉണ്ടോ ഇങ്ങനെയല്ലേ പഠിക്കാ ഇങ്ങനെയല്ലേ പഠിക്കുന്നത് ഇങ്ങനെയല്ലേ പഠിക്കാ സെറ്റായിക്കോളൂ എനിക്കൊരു സജഷൻ ഉണ്ട്. ആ സജഷൻ പറ കിടുകിടുക്കൻ അധോലോകം. നിക്ക് ഞാൻ ചാറ്റ് നോക്കിട്ട് ഒരു കാര്യം ഒരു പേര് സെലക്ട് ചെയ്യാം ഒരു മിനിറ്റ് എടാ ലൈനിന്ന് മാറി അമൃതപ്പൊടി അധോലോകം അമൃതപ്പൊടി അധോലോകം ടീം കമ്മിറ്റി കിട്ടാലോ അത് മതി. ലൊട്ട ഗ്യാങ് എങ്ങനാ മിക്കവാറും അടി പൊട്ടും നമുക്ക് കണ്ടിരിക്കാം. നല്ല രസമല്ലേ കാണാൻ? അതാരാ അമ്മച്ചിയാ അമ്മച്ചി അത്യാവശ്യം കാര്യം സംസാരിച്ചു കൊടുക്കുമ്പോ ഇടക്ക് കയറി കൊണക്കല്ലേ അമ്മച്ചാ ഇതിന് വല്ല കഷായം കൊടുത്തേ അമ്മച്ചി പ്രായം നോക്കില്ല കേട്ടോ. തീർത്താളേ പിന്നെ തീർക്കാൻ ഇങ്ങോട്ട് പോവാ, ഞാൻ നിന്നേരാ. തിന്നാനോ അംസക്ക ആദ്യമായിട്ട് വന്ന് കേറിയിട്ടുള്ളൂ ഈ സിറ്റിയിൽ. അംസക്കന്റെ കയ്യിൽ പൈസ ഒന്നും ഇല്ലടാ. അംസക്ക കുറച്ച് എല്ലാം സെറ്റ് ആക്കും. കുറച്ചു ദിവസം വിശപ്പും താഴെ നിങ്ങൾ സഹിക്ക്. നമുക്ക് ഇത് ഗ്യാങ് സെറ്റ് ആക്കണ്ടേ? ഒന്നും അറിയില്ല കുറച്ച് അടുത്തോളൂ അങ്ങോട്ട് വാ. എടാ സ്നിക്ക് ആര് പേരുണ്ട് അടുത്തോട്ട് പറ എന്തോ സീക്രട്ട് പറയാനാ പറ 10 ലക്ഷം ഐക്യക്ക് വേണ്ടി ഇങ്ങോട്ട് വാ അണ്ണനോട് വന്നാ ഒരു 5 അടി മാറുന്നേ. 5 അടി മാറിക്ക്. എടാ ഞാൻ ഒരു കാര്യം പറയട്ടെ, ഇപ്പൊ പൈസ അല്ല നമുക്ക് ആവശ്യം, ഇപ്പൊ നമുക്ക് ആളുകളാണ് ആവശ്യം. മനസ്സിലായോ? പൈസ ഇട്ടോ ഇത് നാളെ നീ ഇങ്ങോട്ട് വന്നില്ലേ നീ ആ പൈസ കിട്ടേ. ഞാൻ മാസിട്ട് പൈസ ഇടാൻ വരിയിരുന്നു, കയ്യില് ഫോണില്ല. നിക്ക് ഞാൻ പേരൊന്ന് സെലക്ട് ചെയ്യട്ടെ. റൈഫിൾ ക്ലബോ? റൈഫിൾ ക്ലബ് ഒരു എടാ നമുക്ക് പേര് നമുക്ക് വഴിയിടാം. നമുക്ക് ആദ്യം ആൾബലം സെറ്റ് ആക്കാം. എല്ലാരും കുടുംബ വിളക്ക് അധോലോകം. അത് നല്ലല്ലോ. കുടുംബശ്രീ അധോലോകം. കുടുംബശ്രീ അധോലോകം നിങ്ങളെ പേരെന്താ? ഇതില് ലിയ ഉണ്ടോ? നിങ്ങളെ പേരെന്താ? എന്റെ പേര് സാഞ്ചി. എടാ ഈ കൂട്ടത്തിലാരാ ലിയ എന്ന് പറഞ്ഞ? ആരിപ്പ ലിയ എന്ന് പറയുന്നോട്ടെ? ഫിറോസിക്ക
ഇങ്ങോട്ട് വാ. ഇതിലുണ്ടോ ചൂട്ടിയാലുണ്ടോ നീയാ ഹീറോസിക്ക് ഇവിടെ തോന്നിയതാ ഹീറോസിക്ക് ബ്രൂട്ടൽ ഗ്യാങ് ഡിക്സി എല്ലാരും മാഫിയ. പട്ടി ഹലാൽ മാഫിയ പേര് ഹലാൽ മാഫിയ എങ്ങനെയുണ്ട് ചാറ്ററാ ചാറ്ററാ മേടിച്ചാൽ ഇതൊക്കെ എന്തൊക്കെയാണ് ഉറക്കുന്നൊരു പേരുണ്ട് ലൊട്ടക്കമ്പനി. ലൊട്ട കമ്പനി നല്ല പേര് വേണം. ആരാണ് പടക്കം പൊട്ടിക്കണ ഇവിടെ പെട്ടെന്നൊരു പേര് പറഞ്ഞോ എല്ലാരും ഒരുമിച്ച് ഒരു പേര് സ്പാം ചെയ്താൽ ബജാജ് ഉണ്ട് ബജാജിനെ വിളിച്ചു ആ പറ ആരാ ബജാജ് ബജാജ് എന്താ ബജാജിനെ ഞാൻ ഡ്യൂക്ക് എന്നൊക്കെ പറയും. പേര് പറയാ പേര് പറയാ ശരി പേരും കൊണ്ട് പറ. ലൊട്ട ക്ലബ്ബ് ഡി ക്ലബ്ബ് ഡി കമ്പനി ടോപ്പ് ജി റെഡ്ഡി ഗ്യാങ് രാജരാജേശ്വരി അതൊരു ഒരു പേരുണ്ട് എന്റെ പേര് ഉടുമ്പ് ഹംസ ഉടുമ്പ് ഹംസ കമ്പനി. എടാ ഉടുമ്പ് ഹംസ ഉടുമ്പാല് കോന്ന കിടക്കാണ്. ഉടുമ്പാല് കോ എടാ ബാ ഇല്ല പേര് കിട്ടിയില്ല വെയിറ്റ് ആ പറ ഹെലികോപ്റ്റർ വരുന്നുണ്ട്. നമ്മുടെ ഗാങ്ങിനെ ഇംപ്രസ് ആക്കാനാണ്. നോക്കട്ടെ ആളെങ്ങനെ വഴക്ക് പറഞ്ഞാൽ ഗ്യാങ്ങിലുള്ളവരെ വേണ്ട വാക്ക് പറഞ്ഞാൽ മതി. അങ്ങനെ ഞാൻ കത്തിച്ചോളാം കേട്ടോ. ഹലോ ഹെലികോപ്റ്റർ ബ്രോ ഇറങ്ങിക്കോട്ടെ. എനിക്ക് അന്നത്തെ അടുത്തിലെന്താ ചക്കണ്ടേ ഇതിലേതാ ചക്കണ്ടേ മൂടങ്ങ് പോയല്ലോ ഇതിലേതാ ചക്കണ്ടേ കേൾക്കുന്നുണ്ടോ? ഉടുമ്പൊക്കെ ഉമ്പിപ്പോയി മൈരെ കേൾക്കുന്നുണ്ടോ? ഇക്ക പേടിക്കണ്ട, ഞാനിട്ട് കൂടെ കുഴപ്പം മൈരെ ഇവര് ഞാൻ പറയുന്നത് കേൾക്കൂലേ ഇതൊക്കെ മൂക്കിന് ഞാൻ കുത്തുവരും അണ്ണന്റെ കൂടെ